ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തേത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും അതുപോലെ ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അധികം പേരും ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും. ഇനി നിങ്ങൾ ഇതേപോലെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കറി ഉണ്ടാക്കാനായിട്ട് കുക്കർ ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ മാറ്റം വരുത്താം. വെളിച്ചെണ്ണയിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ഗീയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗീ വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഗീയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിൽ ഉലുവ പൊട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഉലുവ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. അതിനുശേഷം നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അളവിൽ സവാള എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 7 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്നിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള നന്നായി സോഫ്റ്റായി കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂണിലും കൂടുതലായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 6-7 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അധികം അങ്ങ് എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും കൂടി നമുക്ക് അതിൽ നിന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാം ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കുക്കറിൻ്റെ പ്രത്യേകത ഈ ഒരു കുക്കറിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡും കൂടി വന്നിട്ടുള്ളത്. അല്ലാതെ വേറൊരു ലിഡും കൂടിയുണ്ട്. നമുക്ക് ചോറ് വാർക്കാനായിട്ടുള്ള ഒരു ലിഡും കൂടി കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു കുക്കർ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ടാഗ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാനിത് ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. വാങ്ങാൻ നല്ല ഉപകാരപ്പെടുന്ന ഒരു കുക്കറാണ് കേട്ടോ. 3 ലിഡൂടെ വന്നിട്ടുള്ളതാണ്. ഒരു കുക്കറിൻ്റെ ലിഡും പിന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡും പിന്നെ അല്ലാതെ നമ്മൾ ചോറ് വാർക്കാൻ പറ്റുന്ന ആ ഒരു ലിഡും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ ചോറ് വെക്കുന്നത് ഈ ഒരു കുക്കറിലാണ്. ഇതാ നന്നായിട്ട് സവാളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടൈം ഫ്ലെയിം സിമ്മിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും ഒരു മിക്സാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. പിന്നെ ഇതിൽ ഞാനൊരു 6.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കറിയിൽ മല്ലിപ്പൊടിയായിരിക്കും കൂടുതൽ വേണ്ടത്. ആ ഒരു ടൈപ്പിലാണ് കേട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതാ ഒരു 1/2 ടീസ്പൂണിനടുത്തായിട്ട് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലിപ്പം കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ തക്കാളി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതൊക്കെ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പം ഇതാ ഫ്ലെയിം സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ നമ്മൾ മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ട് ടേസ്റ്റ് മാറാൻ സാധ്യതയുണ്ട്. ഇനി അതിലേക്ക് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു അധികം വലിപ്പമുള്ള തക്കാളിയല്ല. അപ്പോൾ നിങ്ങൾ അധികം നല്ല പുളിപ്പുള്ള തക്കാളിയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അധികം വലുപ്പമുള്ള തക്കാളിയല്ല എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ നിങ്ങൾ തക്കാളി എടുക്കാൻ. അധികം വലുപ്പമുള്ളതാണെങ്കിൽ 5 എണ്ണമൊക്കെ അല്ലെങ്കിൽ 4 അങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ വലുപ്പത്തിനനുസരിച്ചിട്ട് ആ അളവിൽ മാറ്റം വരുത്തണം കേട്ടോ. ഇനി ഇതാ നന്നായിട്ട് അതിൽ നിന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. കുറച്ചും കൂടി നന്നായിട്ട് ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ മസാലപ്പൊടികളെല്ലാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതാ നിങ്ങൾ ഫ്ലെയിം സിമ്മിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കാരണം നമ്മൾ മസാലപ്പൊടികൾ ഇട്ടാൽ ഫ്ലെയിം കൂടിപ്പോയാൽ നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിച്ചില്ലല്ലോ. അപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു തക്കാളി ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ ഏകദേശം സോഫ്റ്റായി വരുന്നുണ്ട്. ഇനി നമ്മൾ വിസിലിടുമ്പോൾ ബാക്കി അങ്ങ് നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും. ഇനി നമുക്കതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുക്കണം. ഇത് 1.5 കിലോ ചിക്കന് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളമില്ലാത്ത ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കഴുകിയതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള പീസ് തന്നെയാണ്. അപ്പം കുക്കറിൽ വെക്കുമ്പം അധികം ചെറിയ പീസാണെങ്കിൽ നമ്മൾ വിസിലൊക്കെ വരുമ്പോഴേക്ക് നന്നായിട്ട് വെന്തിട്ട് അടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് ആ ഒരു പീസ് കറക്റ്റായിട്ട് കിട്ടില്ല. കുക്കറിൽ വെക്കുമ്പോൾ ഇതേപോലെ കുറച്ച് വലിയ പീസായിരിക്കും നല്ലത്. അപ്പോൾ ഇതിന് നന്നായിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ടൈമിൽ നമ്മൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണം കുക്കറിൻ്റെ വിസിൽ വരുത്തിക്കാൻ. അപ്പം ഇതാ നന്നായിട്ട് ഒന്ന് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സാധാ വെള്ളം തന്നെയാണ് കേട്ടോ, തിളച്ച വെള്ളമൊന്നുമല്ല, സാധാ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ഗ്ലാസ്സിനടുത്തായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അധികം അങ്ങ് ലൂസായിട്ടല്ല കറി വേണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് വെള്ളം കുറച്ച് കുറവുള്ളത് കൊണ്ട് ഒരു 1/4 ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടേനും ഇനി എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അധികം അങ്ങ് വെള്ളം കൂടിയിട്ടുമില്ല. പിന്നെ ചിക്കൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം നമുക്ക് ഇങ്ങോട്ടേക്ക് വെന്ത് കഴിയുമ്പോൾ കിട്ടുകയും ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ. നമ്മൾ വിനാഗിരിൻ്റെ ബോട്ടിലുള്ള ആ ഒരു ലിഡില്ല, അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു ടിപ്പ് വേണമെങ്കിൽ യൂസ് ആക്കിക്കോ. നല്ല സോഫ്റ്റായിട്ട് ചിക്കന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മല്ലിയില വേണമെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വീഡിയോ എടുക്കുന്ന ടൈമിൽ മല്ലിയില ഇല്ലേനോ, അപ്പോൾ ഞാൻ മല്ലിയില ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് വിസിൽ വരുത്തിക്കാം കേട്ടോ. ഇതാ കുക്കറിൻ്റെ ലിഡ് ഇതാ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു കുക്കർ 5 ലിറ്റർ കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. ഞാനിത് വാങ്ങിക്കുമ്പം 2000 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 2.5 കൊല്ലം ആവാനായി. ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 വിസിൽ വന്ന് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ പിന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു കുക്കർ എനിക്ക് കൂടുതൽ ഇഷ്ടമാകാൻ കാരണം നമ്മുടെ സാധാ മല്ലിൻ്റെ കറിയൊക്കെ വെക്കുന്നതാണെങ്കിൽ മല്ലി തിളച്ച് ആ ഒരു വിസിലിൻ്റെ മേലെ കൂടെ ഇങ്ങ് പുറത്തേക്ക് വരും. ഈ ഒരു കുക്കർ ആ ഒരു പ്രശ്നമില്ല കേട്ടോ. കടലക്കറിയൊക്കെ പ്രത്യേകിച്ച് വെക്കുമ്പോൾ വിസിൽ വരുമ്പം ആ ഒരു മല്ലീൻ്റെ മസാലയൊക്കെ ഇങ്ങനെ പുറത്തായിട്ട് വരും. അതായത് ഞാൻ എത്ര യൂസ് ചെയ്തിട്ടും ആ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഈ കുക്കറിനെ കുറിച്ച് കൂടുതൽ പറയുന്നത് കൊണ്ട് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല. എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുക്കർ ആയതുകൊണ്ട് നിങ്ങൾക്കും ഒന്ന് ഷെയർ ചെയ്യാന്നുള്ള വിചാരിച്ചിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടെ നമ്മൾ ആ ഒരു കറി ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് അധികം പേരും ഉണ്ടാക്കുന്ന ആ ഒരു രീതി തന്നെ ആയിരിക്കും. അപ്പം ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ ഈ ഒരു കറി നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് കറി ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇത്ര അങ്ങ് ലൂസ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ചാൽ മതി കേട്ടോ. വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.